ഹലോ എവരി വൺ. സോ റേഷ്യോയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാൻ പോവാണ്, നമുക്ക് ആ ഒരു ടോപ്പിക് ഒന്നും കൂടി എക്സ്പേർട്സ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഫ്രൂട്ട് വെൻഡർ സെൽസ് ഓറഞ്ചസ് ആൻഡ് ബനാനാസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3. ഇഫ് ഹി സോൾഡ് 200 ഓറഞ്ചസ്, ഹൗ മെനി ബനാനാസ് ഡിഡ് ഹി സെൽ? മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഫ്രൂട്ട് വെൻഡർ ഓറഞ്ചസും സെല്ല് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബനാനാസും സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മന്ത്ലിയോ ഒക്കെ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. എന്തായാലും ഇപ്പോൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം അയാൾ 200 ഓറഞ്ചസ് സെല്ല് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ദിവസം സെല്ല് ചെയ്യുന്ന ഓറഞ്ചസും അതുപോലെ തന്നെ ബനാനാസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:3 ആണ്. ഒരു ദിവസം അയാൾ എത്ര ഓറഞ്ചസ് സെല്ല് ചെയ്യുന്നുണ്ട്? 200 ഓറഞ്ചസ് സെല്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ബനാനാസ് സെല്ല് ചെയ്യും? ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു റേഷ്യോയിൽ 5:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഓറഞ്ചസും 3 ബനാനാസും എന്നുള്ളതാണോ? അല്ല. 5നെയും 3യെയും ഏതൊരു കോമൺ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഒറിജിനൽ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ യൂഷ്വലി എക്സ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ 5 ഇൻറ്റു എക്സും 3 ഇൻറ്റു എക്സും. അപ്പോൾ 5x ഇവിടെ ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, 5 എന്ന് പറയുന്ന ആളെ 5x ആക്കി മാറ്റുമ്പോൾ 5x ഓറഞ്ചസ് ആക്കി മാറ്റുമ്പോഴാണ് 200 ഓറഞ്ചസ് സെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ആണ് ബനാനാസിനെ റെപ്രസെൻറ്റ് നമ്പർ എങ്കിൽ 3x ബനാനാസ് ആണ് അവിടെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വരണം. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 5നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ 200 കിട്ടുക, അതാണ് എക്സിൻ്റെ വാല്യൂ. 5നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എക്സ് കിട്ടുക എന്ന് അറിയണമെങ്കിൽ 5x എന്ന് പറയുന്ന ആളുടെ വാല്യൂ 200 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 200/5 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 40 എന്ന് കിട്ടൂലേ? നിങ്ങൾ ഡിവൈഡ് നോക്കിയാൽ മതി, ടൈം എടുത്ത് ഡിവൈഡ് ചെയ്താൽ മതി. സിമ്പിളാണ്. 20/5 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 200/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 40 ആണ്. സോ ഇവിടെ 40 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 200 വരുന്നത്. അഥവാ എക്സിൻ്റെ വാല്യൂ 40 ആണ്, അതുകൊണ്ടാണ് 5 ഇൻറ്റു 40 ചേരുമ്പോൾ 200 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ ആരെ വെച്ച് മൾട്ടിപ്ലൈ കൊടുക്കണം? അതേ 40, അതേ എക്സ് ആണ് അവിടെ മൾട്ടിപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ 3x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 40 ആണ്. അപ്പോൾ 3 ഇൻറ്റു 40 എന്താ വരിക? 3x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 40. 3 ഇൻറ്റു 40 എന്ത് വരും? 120 എന്ന് വരും. 120. അപ്പോൾ അവിടെ എത്ര ബനാനാസാ സെല്ല് ചെയ്യുക? 120. ആക്ച്വലി ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട ഒരു ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. 5 200 ആയിട്ട് മാറി. എങ്ങനെ 5 200 ആയി മാറി? 5നെ 40 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 200 ആയിട്ട് മാറിയത്. അങ്ങനെയാണെങ്കിൽ ഇതേ 40 വെച്ചിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 40 120. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയുണ്ടോ? അവിടെ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. 372 ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ 3യെ 24 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങളോട് അവിടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെയും 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 24 എന്നുള്ള വാല്യൂ ആയി എന്നൊക്കെ മുന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സെയിം മെത്തേഡ്, ഒരു ഡിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ 120 ആണ് ആൻസർ. നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈ ഒരു ഐഡിയ ക്ലാരിറ്റി വരും. റെഡി? അടുത്തൊരു ക്വസ്റ്റ്യൻ. The lengths of two roads are in the ratio 7:9. If the shorter road is 42 cm long, what is the length of the longer road? അതായത് 2 റോഡ്സിൻ്റെ റേഷ്യോ ലെങ്ത് നമ്മൾ റേഷ്യോ 7:9 ആണ്. ഇതെന്താ പറയുന്നത്? അതിലുള്ള ഷോർട്ടർ റോഡ് 42 സെൻറ്റിമീറ്റർ ആണ്. ഷോർട്ടർ എന്ന് പറയുന്നത് ആരാ? 7 എന്ന് പറയുന്ന ആളുടെ റെപ്രസെൻറ്റ് ചെയ്യുക. 7:9 7 ആണ് സ്മോളർ നമ്പർ. അപ്പോൾ 7 എന്ന് പറയുന്ന ആൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുടെ ലെങ്ത്, ആക്ച്വൽ ലെങ്ത് 42 ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദി ലോങ്ങർ റോഡ്? ഇതേ കോൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. 7 എന്ന് പറയുന്ന ആൾ 42 ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ 7നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 42/7 എന്താ വരിക? 6. അപ്പോൾ 7നെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 42 വരുന്നതെങ്കിൽ അതേ 6 വെച്ചിട്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. 9 ഇൻറ്റു 6 54. 9 ഇൻറ്റു 6 54 സെൻറ്റിമീറ്റർ ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഈ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം. അതായത് 7നെ നമ്മളൊരു കോമൺ നമ്പർ വെച്ചിട്ട് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 42 കിട്ടണം. അപ്പോൾ 9നെയും അതേ കോമൺ നമ്പർ വെച്ചിട്ട് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 7x ഇസ് ഈക്വൽ ടു 42. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ വരിക? 7 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഡിവൈഡ് ബൈ 7, 42/7 ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ ഇവിടെ നമ്മൾ 7 ഇൻറ്റു എക്സ് 42 ആവണമെങ്കിൽ 9 ഇൻറ്റു എക്സ് അതുപോലെ 9 ഇൻറ്റു 6 54 വരണം. അത് തന്നെയാണ്. അത് നമ്മളിവിടെ ജസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ്ലി സിമ്പിളായിട്ട് ഇത്ര മാത്രം ചെയ്താൽ തന്നെ ആൻസർ കിട്ടാവുന്നേ ഉള്ളൂ. റെഡി അല്ലേ? ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A field is divided into 2 sections in the ratio 3:5. If the area of the smaller section is 24 meters square, what is the total area of the field? അതായത് ഒരു ഏരിയ ഉണ്ട്, ഒരു ഫീൽഡ് ഉണ്ട്, അതിനെ 2 പാർട്ടാക്കി. ആ 2 പാർട്ടിൻ്റെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:5 ആണ്.
ഈ എന്താ പറയുന്നത്, അതിലുള്ള സ്മോളർ സെക്ഷൻ 24 മീറ്റർ സ്ക്വയർ ആണ് സ്മോളർ സെക്ഷൻ്റെ ഏരിയ. സ്മോളർ എന്ന് പറയുമ്പോൾ 3 റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ അത് എത്രയാണ്, 24 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ലാർജർ ഏരിയയുടെ ടോട്ടൽ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ ഏരിയ എത്രയാണെന്നുള്ളത് ചോദിച്ചത്. അപ്പോൾ അവിടുത്തെ ലാർജർ ഏരിയ എത്രയായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആലോചിച്ചാൽ മതി. 3 എന്ന് പറയുന്ന ആളെ 24 ആക്കി മാറ്റി. എങ്ങനെ 3 24 ആവും? 3 എന്ന് പറയുന്ന നമ്പറിനെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 24 വരിക. 3 × 8 ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെയും ഒരു 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. 5 × 8 എന്ത് വരും, 40 അല്ലേ. 5 × 8 40 വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ലാർജർ ഏരിയ അല്ല ചോദിച്ചത് അല്ലേ, ആ രണ്ട് പോർഷനിൽ ലാർജർ ആളുടെ ഏരിയ അല്ല ചോദിച്ചത്, ടോട്ടൽ ഏരിയ ആണ് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, ഇവ രണ്ട് പേര് ആഡ് ചെയ്യുക. 24 + 40 64 മീറ്റർ സ്ക്വയർ. അതായിരിക്കും ടോട്ടൽ ഏരിയ. ടോട്ടൽ ചോദിച്ചാലും ഡിഫറൻസ് ഒന്നുമില്ല. റെഡി അല്ലേ? സെയിം മെത്തേഡ്, ഒരേ മെത്തേഡ്. ഏത് നമ്പർ വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇത് × 8 എന്നുള്ളതാണ് കേട്ടോ മീനിങ് ഞാൻ കൊടുത്തത്. ആ × അല്ല, × 8 എന്നുള്ളതാണ് കൊടുത്തത്. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. ദ വോളിയം ഓഫ് 2 വാട്ടർ ടാങ്ക്സ് is in the ratio 3:5. If the smaller tank can hold 45 liters, how much water can larger tank hold? ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ആണ്. ഓക്കെ, വോളിയം ഓഫ് 2 വാട്ടർ ടാങ്ക്സ് ആർ ഇൻ ദ റേഷ്യോ 3:5. ടാങ്ക്സിന്റെ റേഷ്യോ, വോളിയം നമ്മുടെ റേഷ്യോ 3:5 ആണ്. സ്മോളർ ടാങ്ക്, അതായത് 3 എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന സ്മോളർ ടാങ്കിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 45 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 45 ലിറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 3നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 45 കിട്ടുക, അതേ നമ്പർ വെച്ചിട്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാർജർ ടാങ്കിന്റെ വോളിയം കിട്ടും. സിമ്പിൾ അല്ലേ? ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. 2 trains are traveling at speeds in the ratio 3:4. If the slower train's speed is 90 km/h, what is the speed of the faster train? സെയിം മെത്തേഡ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു യൂണിറ്റ് ഒക്കെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, പക്ഷേ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ, സെയിം പരിപാടി. 2 ട്രെയിൻസിൻ്റെ സ്പീഡ് തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. എന്നിട്ട് പറഞ്ഞത് സ്ലോവർ ട്രെയിനിൻ്റെ സ്പീഡ് 90 km/h ആണ്. അത് സ്ലോവർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, 3 റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് അല്ലേ. 3 റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 90 ആണ്. 90 km/h. യൂണിറ്റ് വന്നോട്ടെ, കുഴപ്പമില്ല, അത് വെക്കട്ടെ, നമ്മൾ യൂണിറ്റ് കൺവേർഷൻസ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ 3യെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 90 കിട്ടുക? 90/3 ചെയ്ത് നോക്കിയാൽ മതി. 90/3 എത്രയാ, 30. അപ്പോൾ നിങ്ങൾ 30 എന്ന് പറയുന്ന നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, 3 × 30 ചെയ്യുമ്പോഴാണ് 90 വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 30 എത്ര വരും, 120. സോ 120 km/h. അപ്പോൾ യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട് വെച്ചാൽ നിങ്ങളൊന്നും പേടിക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ യൂണിറ്റ് എന്തായിരുന്നു, ലിറ്റേഴ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്തെങ്കിലും ചേഞ്ചസ് പറഞ്ഞോ, ഇല്ല. ഇവിടുത്തെ യൂണിറ്റോ മീറ്റർ സ്ക്വയർ, ചേഞ്ചസ് ഉണ്ടോ, ഇല്ല. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. എ ഫാദർ ആൻഡ് ഹിസ് സൺസ് ഏജ് ആർ ഇൻ ദ റേഷ്യോ 7:2. ഇഫ് ദ ഫാദർ ഈസ് 42 years old, വാട്ട് ഈസ് സൺസ് ഏജ്? നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം പരിപാടി. ഓക്കെ, ഇവിടെ ഏജ് ആണെന്നേ ഉള്ളൂ. അവരുടെ ഫാദറിന്റെയും സണ്ണിന്റെയും ഏജ് തമ്മിൽ റേഷ്യോ 7:2 ആണ്. ഫാദറിന്റെ ഏജ് 42 എന്ന് വെച്ചാൽ 7നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണോ 42 കിട്ടുക, അതേ നമ്പർ വെച്ച് 2നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സണ്ണിന്റെ ഏജ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇതിന്റെ ആൻസറും നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻസ് റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ബോൾസ് ഇൻ ദ റേഷ്യോ 4:5:6. ഇഫ് ദർ ആർ 45 ബ്ലൂ ബോൾസ്, ഹൗ മെനി ബോൾസ് ആർ ദർ ഇൻ ടോട്ടൽ? എന്താണോ ഇതുവരെ നമ്മൾ 2 നമ്പേഴ്സ് വരുന്ന റേഷ്യോന് ചെയ്തത്, സെയിം മെത്തേഡ്, ഒരു ഡിഫറൻസും ഇല്ല. ഇവിടെ റെഡ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇവർ തമ്മിലുള്ള റേഷ്യോ 4:5:6 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് അവിടെ 45 ബ്ലൂ ഉണ്ടെന്ന് പറഞ്ഞു. അത് ബ്ലൂ എത്രയാണ്, 45 ആണ്. ഇനി എന്താ നമ്മൾ ചെയ്യാറുള്ളത്, ഈ 5 എന്ന് പറയുന്ന നമ്പർ 45 ആവണമെന്നുണ്ടെങ്കിൽ 5നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, 9 എന്ന് പറയുന്ന നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 5 × 9 ആണ് 45. അപ്പം നമുക്ക് എത്ര റെഡ് ഉണ്ട്, എത്ര ഗ്രീൻ ഉണ്ട് എന്നൊക്കെ ഏത് അറിയണമെന്നുണ്ടെങ്കിലും എല്ലാവരെയും ഒരു 9 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 4 × 9 36, 6 × 9 54. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ, ഹൗ മെനി ബോൾസ് ആർ ദർ ഇൻ ടോട്ടൽ? ടോട്ടൽ എത്ര ബോൾസ് ഉണ്ടെന്ന് അറിയണേ എന്ത് ചെയ്താൽ മതി, ഇവരെ 3 പേരെ ആഡ് ചെയ്യുക അല്ലേ. ഇവരെ 3 പേരെ ആഡ് ചെയ്യുക. എന്താ വരിക, 6+, നിങ്ങൾ സൈഡിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. 36 + 45 + 54 എന്ത് വരും, 6 + 4 10 15, ബാക്കി 1 ഉണ്ടാവും, 8 13 അല്ലേ. 135 എന്നുള്ളതാണ് ഇവരുടെ ആൻസർ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കുക. 135 എന്നുള്ളതാണ് ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ 3 നമ്പേഴ്സ് വരികയാണെങ്കിൽ, 3 നമ്പേഴ്സ് നമ്മൾ റേഷ്യോ വരികയാണെങ്കിലും നിങ്ങൾ സെയിം രീതിയിൽ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ.
A person spends 2/5 of his monthly earnings and saves the remaining 3/5. What is the ratio of the money saved and spent? ഓക്കെ, അപ്പോൾ അയാൾ സേവ് ചെയ്യുന്നത് എത്രയാണ്? സേവ്സ് ദ റിമൈനിങ് 3/5 പാർട്ട്. ആ 5 പാർട്സിൽ 3/5 ആണ് സേവ് ചെയ്യുന്നത്. സ്പെൻഡ് ചെയ്യുന്നത് എത്രയാണ്? സ്പെൻഡ് ചെയ്യുന്നത് 2/5 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് പറയുന്നത് സ്പെൻഡ് ചെയ്യുന്നതും സെക്കൻഡ് പറയുന്നത് സേവ് ചെയ്യുന്നതുമാണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് സേവ് ചെയ്യുന്നതും സ്പെൻഡ് ചെയ്യുന്നതും തമ്മിലുള്ള റേഷ്യോ ആണ് തിരിച്ചാണ് ചോദിച്ചത്. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ സേവ് ചെയ്യുന്നതും സെക്കൻഡ് സ്പെൻഡ് ചെയ്യുന്നതും എഴുതി വെച്ചത്. ഇനി ഇവർ തമ്മിലുള്ള റേഷ്യോ, അതായത് സേവ് ചെയ്യുന്നതും സ്പെൻഡ് ചെയ്യുന്നതും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്? സേവ് ചെയ്യുന്നത് 3/5 പാർട്ടാണ്, സ്പെൻഡ് ചെയ്യുന്നത് 2/5 പാർട്ടാണ്. സോ റേഷ്യോ കാണുമ്പോൾ 3/5:2/5. രണ്ട് സ്ഥലത്തും കോമൺ 5 കട്ട് ചെയ്ത് ഒഴിവാക്കാം അല്ലേ? കാരണം കോമൺ ഫാക്ടേഴ്സ് കട്ട് ചെയ്യാൻ ബാക്കി ആരാണത്? 3:2. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 3:2 ആണ്. അപ്പോൾ അയാൾ സേവ് ചെയ്യുന്നത് 3ഉം സേവ് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ 3ഉം അതുപോലെ സ്പെൻഡ് ചെയ്യുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ആണ്. ആക്ച്വലി ഇതുവരെ എന്താണോ നമ്മൾ ചെയ്തത് അതിൻ്റെ റിവേഴ്സ് പാനറാണ്. നിങ്ങൾ നോക്കിയേ, 3:2 ആണെങ്കിൽ നമുക്കറിയാം 3+2 5 ആണ്. ആ 5ൽ 3 പാർട്ട് സേവ് ചെയ്യുന്നു അല്ലേ? 5ൽ 2 പാർട്ട് സ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ ആ സംഭവം, ആ ഫ്രാക്ഷനെ തന്നിട്ട് ഇവിടെ റേഷ്യോ ചോദിച്ചു, തിരിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്തേ ഉള്ളൂ, അവർ തമ്മിൽ റേഷ്യോ കണ്ടാൽ മതി. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഇവർ തമ്മിൽ ഡിവൈഡ് നോക്കിയാലും മതി. റേഷ്യോ കാണണമെങ്കിൽ 3/5 ഡിവൈഡ് ബൈ 2/5. എങ്ങനെ ഫ്രാക്ഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുക? ന്യൂമറേറ്ററുള്ള ഫ്രാക്ഷൻ അതേപോലെ എഴുതുക, ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക, ഡിനോമിനേറ്ററുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക 5/2. അപ്പോൾ എന്ത് വരും? 5 കട്ടായി മാറും, ബാക്കി 3/2 അഥവാ 3:2. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, പിന്നെ അതാ ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടുള്ള ആൻസർ എല്ലാവരും ചാറ്റ് ബോക്സിൽ പറയാം. മാത്രമല്ല നമ്മുടെ എക്സാം വൈ ലേണിംഗിൽ വരുന്ന USSൻ്റെ മുഴുവൻ ഇൻഫർമേഷൻസ്, ക്ലാസ്സുകളായിക്കോട്ടെ, ഡെയിലി ക്വിസുകളായിക്കോട്ടെ, മോക്ക് ടെസ്റ്റുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒന്നുകിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അത് ഡെയിലി ക്വിസുകൾ, മോക്ക് ടെസ്റ്റുകൾ, അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അതിലുള്ള മാർക്ക് ഒന്നുപോലും മിസ്സാവാതെ വാങ്ങിയെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.